ചേട്ടാ മൊബൈൽ ഒന്നും നോക്കിയ മൊബൈലാണ്. അപ്പം അങ്ങനെ എന്താ പറയുക വ്യത്യസ്ത തലങ്ങളെ സ്പർശിച്ച പാട്ടുകൾ. അതിനകത്ത് എന്താ പറയേണ്ടത്, ഭക്തിഗാനങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, ഭക്തിഗാനമായാലും ലളിതഗാനമായാലും ചലച്ചിത്രഗാനമായാലും ജയേട്ടൻ പാടിക്കഴിഞ്ഞാൽ അത് ഹിറ്റാണ്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങളുടെ ഒരു ലെവലിൽ വരില്ല ലളിതഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ പറയുമെങ്കിലും ഇപ്പോൾ 81 ഇറങ്ങിയ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ആൽബം ഇപ്പോഴും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ജലയിൽ മുങ്ങിത്തോർത്തി കേൾക്കുന്ന പോലെ അത് കേൾക്കുന്നുണ്ട്. ഹർഷബാഷ്പം കേൾക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾ കേൾക്കുന്നുണ്ട്. രാജീവ് നയനെ കേൾക്കുന്ന പോലെ അദ്ദേഹം വേണ്ടിയ ചെറിയ 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 ഗ്രൂപ്പുകൾക്ക് വേണ്ടി ചെയ്ത പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ജയേട്ടനൊരു നമ്മളെപ്പോഴും തഴുകുന്നൊരു നിലാവാണ്. ജയേട്ടൻ്റെ പാട്ടെന്ന് പറഞ്ഞൊരു നിലാസ്പർശമാണ്, നിലാചന്തം, ഒരിക്കലും മരിക്കാത്ത കാമുക ഭാവം. ആ ജയചന്ദ്രിക ഭൗതികമായിട്ട് പോയിട്ടുള്ളൂ. ആ പാട്ടുകൾ എന്നും നിലനിൽക്കും. ആ പാട്ടിൻ്റെ ലോകത്ത് നമുക്ക് വീണ്ടും വീണ്ടും ഇപ്പോൾ തന്നെ എത്രയോ ചാനലുകളിലും റേഡിയോകളിലും വാഹനങ്ങളിലും വീടുകളിലുമൊക്കെ ജയേട്ടൻ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജയേട്ടൻ്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂടെ നടന്ന ഒരാളെന്ന രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ആരാധകൻ എന്ന രീതിയിൽ, അദ്ദേഹം സുഹൃത്തു പോലെ എന്നെ കണ്ട അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ ഹൃദയാഞ്ജലികൾ